തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും ഇന്ന് സംസ്ഥാന വ്യാപക ബി.ജെ.പി. പ്രതിഷേധം. രാവിലെ 9:30 തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപി പരിക്കേറ്റ ബി.ജെ.പി. പ്രവർത്തകരെ സന്ദർശിക്കും. തൃശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എസ്.പി. ഓഫീസിലേക്കുള്ള മാർച്ചിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കേന്ദ്രമന്ത്രി പുലർച്ചെ തൃശൂരിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി സാനു കെ. സജീവാണ് ചേരുന്നത്. സാനു, കഴിഞ്ഞ ദിവസം ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നരനായാട്ട്, ആ ദൃശ്യങ്ങൾ നാം കണ്ടു. വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നറിയണം. ഒപ്പം തന്നെ സുരേഷ് ഗോപി രാവിലെ 9:30 തൃശൂരിൽ എത്തിച്ചേരുന്നുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത്. ഈ മാർച്ചിനിടെ ഒരു വിഭിന്ന പ്രവർത്തകൻ ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ദിശാബോധിയിലേക്ക് കരിയോയിലൊഴുകുകയും തുടർന്ന് ചെരുപ്പുമാല ഇടുകയും ചെയ്തതോടുകൂടിയാണ് തൃശ്ശൂരിൽ സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമായത്. തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ, ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ആ മാർച്ചിലാണ് ഈ വലിയ സംഘർഷമുണ്ടാകുന്നത്. ഈ മാർച്ചിൽ പോലീസിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്. മറുഭാഗത്ത് നിന്ന് ബി.ജെ.പി. മാർച്ച് വരികയും അവിടെ അത് ജില്ലാ കമ്മിറ്റി ഓഫീസിന് എത്തുന്നതിന് മുൻഭാഗത്തായിട്ട് പോലീസ് മാർച്ച് പ്രതിരോധിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ മറുഭാഗത്ത് നിന്ന് സംഘടിച്ച CPM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആളുകൾ ബി.ജെ.പി. മാർച്ചിന് നേരെ പോയിവിളിയുമായി എത്തുകയും അവിടെയാണ് സംഘർഷമുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ലാത്തിയടിയിൽ ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. തുടർന്ന് പ്രവർത്തകർ വളരെ സംയമനത്തോടുകൂടി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടെയാണ് CPIM-ന്റെ പ്രവർത്തകർ, SFI-യുടെ ആളുകൾ, ഒപ്പം തന്നെ DYFI-യുടെ പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ബി.ജെ.പി. മാർച്ചിന് നേരെ വരുന്നത്. തുടർന്ന് അവിടെ നിന്ന് CPM-ന്റെ ഭാഗത്ത് നിന്ന്, LDF-ന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലെ കല്ലും ഒപ്പം തന്നെ സോഡാ കുപ്പികളും ബി.ജെ.പി. മാർച്ചിന് നേരെ പ്രയോഗിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വലിയ ആക്രമണം CPM-ന്റെ ഭാഗത്ത് നിന്ന് അയച്ചുവിടുമ്പോൾ CPM-നെ തടയാനോ അല്ലെ ആ ആക്രമകാരികളെ പ്രതിരോധിക്കാനോ തയ്യാറാവാതിരുന്ന പോലീസ് ബി.ജെ.പി. പ്രവർത്തകർക്ക് മേൽ മാത്രം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഈ അക്രമത്തിൽ അതേപോലെ തന്നെ കുപ്പിയേറിൽ, കല്ലുകൊണ്ടുള്ള ഏറിൽ ബി.ജെ.പിയുടെ 4 പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ബാബുവിനടക്കം ഈ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങനെ CPM-ന്റെ ഭാഗത്ത് നിന്ന് അക്രമത്തിന് വേണ്ടിയിട്ട് കുടപിടിച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ സംയമനത്തോടുകൂടി പ്രതിഷേധിക്കുന്ന ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. 9:30 അദ്ദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബി.ജെ.പിയുടെ ഒരു സ്വീകരണവും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം ഈ മാർച്ചിൽ പരിക്കേറ്റിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള ആളുകളെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി അദ്ദേഹം സന്ദർശിക്കും. ഇതിനുശേഷം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ, ഇന്നലെ അക്രമം നടത്തിയിട്ടുള്ള ഓഫീസിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പ്രതിഷേധ മാർച്ചിലും ഒരുപക്ഷെ പങ്കെടുക്കാനുള്ള സാധ്യതയും ബി.ജെ.പി. പ്രവർത്തകർ തള്ളിക്കളയുന്നില്ല. രാഖി. ശരി സാനു, ഇന്ന് സംസ്ഥാന വ്യാപകമായി ബി.ജെ.പി. പ്രതിഷേധം അലയടിക്കും. ഇന്ന് രാവിലെ 9:30 സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ പോലീസ് നരനായാട്ടിൽ പരിക്കേറ്റ ബി.ജെ.പി. പ്രവർത്തകരെ സന്ദർശിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് എസ്.പി. ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് ബി.ജെ.പിയുടെ പ്രതിഷേധം അലയടിക്കും. സാനു കെ. സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.